ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിനെ എങ്ങനെയെങ്കിലും ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ആട്ടി ഓടിക്കണമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് നമ്മുടെ രാധികാമ്മ എന്ന ഭൂതനെ എത്തുന്നത്. അങ്ങനെ എത്തി വലിയ ആൾ കളിച്ചുകൊണ്ട് മകനെ കയ്യിലെടുത്തതുപോലെ തന്നെ ഗീതുവിനെ ഭീഷണിപ്പെടുത്തിയും കളിയാക്കിയും പുച്ഛിച്ചും തള്ളിക്കളയാം, അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ആട്ടി ഓടിക്കാം എന്നൊക്കെ വിചാരിച്ച് വലിയ ഷോ കാണിച്ചതാണ്. പക്ഷേ ഏറ്റില്ല. തമ്പുരാൻ പോലും അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച രാധികയ്ക്ക് ഇട്ടിവെട്ടു പണിയുമായി ഈശ്വരൻ തന്നെ വിജയലക്ഷ്മിയുടെ രൂപത്തിൽ നമ്മുടെ ഗീതുവിൻ്റെ മുന്നിലേക്ക് അവതരിച്ചു. ഗീതുവിനെ ബില്ലടയ്ക്കാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത വിധം അങ്ങനെ അവിടെ തളച്ചിട എന്നുള്ളൊരു ഭീഷണിയുമായിട്ടാണ് ആശാത്തി വന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും രാധികയുടെ മനസ്സിലിരിപ്പ് മുഴുവൻ തിരിച്ചറിഞ്ഞ നമ്മുടെ വിജയലക്ഷ്മി ചെവി അറിയാതെ പുഷ്പം പോലെ രാധികയുടെ മുന്നിൽ നിന്നും ഗീതുവിനെയും കൊണ്ടങ്ങ് പോയി. അമ്മയും മകനും അവിടെ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. ഇവരുടെ കൺമുന്നിൽ കൂടിയാണ് അവർ രണ്ടുപേരും പോയത് എന്നറിഞ്ഞിട്ട് അവരെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയതിൻ്റെ ആ ഒരു ഷെയിം, അതാണ് രണ്ടുപേർക്കും. അങ്ങനെ ഈ ഒരാൾ ഗീതുവിനെ കൊണ്ടുപോയതും അതുപോലെ ഈ ബില്ലടച്ചതും ഇതെല്ലാം മഹേഷാണ് അറിഞ്ഞത്. മഹേഷ് വന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും അറിഞ്ഞിട്ടില്ല. ആ സമയം ഇവർ ഈ വിജയലക്ഷ്മി എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഗീതുവിനെ കൂട്ടിക്കൊണ്ടു പോകാനും ഗീതുവിൻ്റെ ബില്ലടയ്ക്കാനും മാത്രം ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും മകനും മറുപടി കൊടുക്കാനില്ല. രണ്ടുപേരും ഇങ്ങനെ ബപ്പപ്പ വെച്ചുകൊണ്ടിരിക്കുക. അല്ല, ഇത്രയും ലക്ഷങ്ങളൊക്കെ ഗീതുവിന് വേണ്ടി വാരി എറിയാനായിട്ട് അവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും മഹേഷ് അറിയേണ്ട കാര്യമല്ലെന്നാണ് രാധിക പറഞ്ഞത്. അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. മഹേഷിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ അമ്മേ ഇത് എന്താ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അല്ല കണ്ണ, ഞാൻ അമ്മയൊന്നും പറയണ്ട, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദൻ അങ്ങ് പോയി. ഇതേ സമയത്ത് നമ്മുടെ ഗീതുവും അതുപോലെ തന്നെ വിജയലക്ഷ്മി മാമും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഗീതു അപ്പം സത്യങ്ങളെല്ലാം കുറേയൊക്കെ ഗീതുവിനോട് പറഞ്ഞു ഇവർ. അപ്പോൾ എന്ത് സംഭവിച്ചാലും താൻ ഗോവിന്ദ് സാറിൻ്റെ കൂടെ നാട്ടിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ ഗീതു. അങ്ങനെ തീരുമാനവുമായി നിൽക്കുന്ന ഗീതുവിനോട് നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് മോളെ. നീ ബാംഗ്ലൂർ നഗരത്തിലല്ല മറ്റെവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നീ ജീവിച്ചാലും നിന്നെ അവൾ കൊന്നുകളയും. അതുപോലെ തന്നെയാണ് ഗോവിന്ദിൻ്റെ കാര്യവും. നീ കൂടെ ഇല്ലെങ്കിൽ ഗോവിന്ദിൻ്റെ ജീവിതം അപകടത്തിലാകുമെന്നും ഗോവിന്ദിനെ രാധിക കൊല്ലുമെന്നുള്ള കാര്യം പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ ഗോവിന്ദിന് കാവലാളായി നീ ഉണ്ടാകണം. അങ്ങനെ ആ അമ്മ ഇങ്ങനെ അപേക്ഷയോടുകൂടി നമ്മുടെ ഗീതുവിനോട് പറയുവാണ്, ഇത് എൻ്റെ ഒരു ആജ്ഞാപനമായിട്ടോ അല്ലെങ്കിൽ ആവശ്യമായിട്ടോ നീ കാണരുത്, എൻ്റെ അപേക്ഷയായിട്ടേ നീ ഇതിനെ കാണാവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. നീ അവൻ്റെ അരികിലില്ലെങ്കിൽ ഉറപ്പായും ഗോവിന്ദ് മരണപ്പെടുമെന്നും അത് അധിക ദൂരമല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീതു ചോദിച്ചു, ഇങ്ങനെ ഇത്രയും ദൃഢമായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി പറയാനായിട്ട് എന്താണ് കാരണം? നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് പിരിഞ്ഞത്? ആ ഒരു കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ നീ അറിയേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞു തന്നില്ലേ, ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് സമയമുണ്ട്, ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. പക്ഷേ ഗോവിന്ദിൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധയോടെ കാത്തിരിക്കണമെന്നും കാവലായിരിക്കണമെന്നും പറഞ്ഞു. നിനക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ ആ സമയത്ത് തരാൻ ഞാൻ എന്നും നിൻ്റെ ആ ഒരു വിളിപ്പാട് അകലെ കാണും എന്നുള്ള കാര്യമൊക്കെ ഈ അമ്മ പറയുക. അപ്പം അങ്ങനെ ഗീതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗോവിന്ദൻ്റെ രക്ഷ ഗീതുവിനെ ഏൽപ്പിക്കുന്നു. ഇതേ സമയത്ത് ഗീതു എതിലെ പോയെന്ന് പറഞ്ഞ് ഭ്രാന്ത് കയറി നടക്കുവാണ് ഗോവിന്ദനും രാധികയും. കാരണം ഗീതു എതിലെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദൻ്റെ തലയെ വരും. അപ്പം രാധിക ഈ ഗോവിന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും ഗോവിന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു രണ്ടാനമ്മയായിട്ടാണ് ഇപ്പോൾ രാധികയെ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ രാധിക മൊത്തത്തിൽ പെട്ട് നിൽക്കുക. അങ്ങനെ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് മഹേഷ് ചോദിച്ചു, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ, ഗീതുവിനെ കാണാതായതിനെ പറ്റി കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ കംപ്ലൈൻറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് കൊടുത്താൽ ശരിയാവത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാതെ തന്നെ കാര്യങ്ങളെല്ലാം നടത്തണമെന്നും നീ വിചാരിച്ചാൽ ഗീതുവിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഗീതു മിക്കവാറും ആ വിജയലക്ഷ്മിക്കൊപ്പം ആയിരിക്കും പോയിരിക്കുന്നതെന്നും അവളുമാർ രണ്ടുപേരും കൂടെ പുതിയ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക മുൻകൂർ ജാമ്യം എടുക്കുക ഗോവിന്ദിൻ്റെ മുന്നിൽ.
അപ്പോൾ ഈ വിജയലക്ഷ്മിക്ക് ഒപ്പം പോയതോടുകൂടി ഗീതുവിനോടുള്ള ആ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ ഗോവിന്ദൻ ഇരട്ടിച്ചു. ഗോവിന്ദൻ അന്നേരം പറയും, ഇനി അവൾ എവിടെയെല്ലാം പോയിട്ട് വന്നാലും എൻ്റെ ജീവിതത്തിലേക്ക് അവളെ ഞാൻ കയറ്റില്ല, എൻ്റെ ജീവിതത്തിൽ ഗീതു എന്ന് പറയുന്ന അധ്യായം അടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്ക് രാധികയ്ക്ക് ഭയങ്കര സന്തോഷം. തൻ്റെ പണി ഒരുപാട് എളുപ്പമായല്ലോ, തനിക്കിനി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ പുള്ളിക്കാരി അതും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ അപ്പുറം മാറിപ്പോയിരിക്കുകയാണ്. മാറിപ്പോയിരിക്കുന്ന സമയത്ത് അദ്ദേഹം, അതായത് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് ചെന്നു. മഹേഷ് എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ ഗോവിന്ദ ഈ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഗീതുവിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേന്ന് ചോദിച്ചു. ഗീതുവിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പം, എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയണ്ട, എൻ്റെ ജീവിതത്തിൽ അവളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് നേടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, എങ്ങനെയാടാ ഗീതുവിനെ നിനക്ക് ഡിവോഴ്സ് ചെയ്യാൻ കഴിയുക, നീ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഗീതുവിനെ ഒരിക്കലും പിരിയാനോ ഗീതുവിനെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഓടിക്കാനോ നിന്നെക്കൊണ്ട് കഴിയില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട്, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അമ്മയെ കാണിക്കാനാണോ എന്നൊക്കെ ചോദിച്ചപ്പം, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് മഹേഷ് പറഞ്ഞു. നിനക്ക് എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലായിരിക്കാം, പക്ഷേ ഗീതു ഇപ്പോഴും നിൻ്റെ ഭാര്യയാണ്. നിൻ്റെ ഭാര്യയെ നിന്നോട് ചേർത്ത് നിർത്തേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണെന്നും നിനക്ക് ഗീതുവിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് നിൻ്റെ മഹാഭാഗ്യമാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മഹേഷ് ഇങ്ങനെ പറഞ്ഞു. മഹേഷ് അതൊക്കെ പറയുമ്പോഴും ഗോവിന്ദന് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുക. നീ എന്നെ കുറച്ച് നേരം ഒന്ന് വെറുതെ വിടാവോ എന്നും ചോദിച്ചുകൊണ്ട് മഹേഷിനോട് അന്നേരം നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മഹേഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഗോവിന്ദൻ ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ, ഗീതു പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് കയറി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഗോവിന്ദൻ ഇങ്ങനെ ഒരു മെൻ്റൽ പ്രഷറോടുകൂടി കടന്നു പോകുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ഗീതു ഈ വിജയലക്ഷ്മി പറഞ്ഞതനുസരിച്ച് വിജയലക്ഷ്മിയും ഗീതുവും കൂടി ഇങ്ങ് വരുന്നത്. എന്നിട്ട് വിജയലക്ഷ്മി ഗീതുവിനെ ഹോസ്പിറ്റലിൽ ആ താഴെ ഇറക്കി വിട്ടിട്ട് അവരങ്ങ് പോയി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുതെന്നും ഇനി ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഒരു ബോഡി ഗാർഡ് എന്നുള്ള രീതിയിൽ നീ ഉണ്ടാവണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റ് ഗോവിന്ദനെക്കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗോവിന്ദന് കാവലായി നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വന്നു. ഗീതു അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ രാധികയാണ് ഗീതുവിനെ ആദ്യം കാണുന്നത്. ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധിക വീണ്ടും ഞെട്ടി. ഇവള് പോയില്ലേ എന്നുള്ളൊരിതിൽ വേഗം തുള്ളിച്ചാടി ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗീതുവിൻ്റെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നടി, ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ച് നീ ആരോടൊപ്പം എവിടെ പോയതായിരുന്നടി എന്നും ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ, ഞാൻ എവിടെ പോയ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ആരാ ഞാൻ, എന്താ ഞാൻ പോകുന്ന വഴിയെല്ലാം നിങ്ങൾ കൊലയാളിയെ പറഞ്ഞു വിടുമോ എന്ന് ഗീതു ചോദിച്ചു. ഗീതു, നീ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് അനാവശ്യം കാണിക്കാം, ഞാനത് പറയുന്നതാണ് കുഴപ്പമല്ലേ എന്നും കൂടെ ഗീതു അങ്ങ് ചോദിച്ചേ. ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും പുള്ളിക്കാരിക്ക് മറുപടിയില്ല. അപ്പോൾ നീ എതിൽ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാതെ നിന്നെ ഞാൻ എങ്ങും വിടില്ലെന്നും നീ ഇവിടെ നിന്ന് പോവില്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല, ഞാൻ പോകുന്നത് നേരെ അറയ്ക്കൽ തറവാട്ടിലേക്ക് ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യയായിട്ടാണെന്ന് പറഞ്ഞു. നീ എന്താ ആളെ കളിയാക്കുകയാണോ? ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനേ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിനോടൊപ്പം അല്ലേ പോകേണ്ടത്, പിന്നെ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഗീതു ഇവരെ കളിയാക്കി ചോദിക്കുവാണേ. നിന്നെ ഒരിക്കലും ഗോവിന്ദ് ഭാര്യയായിട്ട് അംഗീകരിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിന് അവൻ്റെ അരികിലേക്ക് പോകണം? അവിടെ പോയി നീ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ, ഞാനില്ലാതാകുമ്പോൾ എന്നെ കൊന്നു കഴിഞ്ഞാലേ ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ കഴിയുള്ളല്ലേ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴേ നിങ്ങളുടെ ഒന്നും ഒരു കള്ളക്കളി നടക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് വേണം ഗോവിന്ദേട്ടൻ്റെ ദേഹത്ത് നിങ്ങൾ ഒരു തരി മണൽ വാരിയിടാൻ, അതല്ലാതെ ഒന്നും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ നേർക്ക് നേരെ നിന്ന് ഒന്നും ചെയ്യാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അറക്കൽ തറവാടിൻ്റെ അവകാശിയായി ഞാനവിടെ ജീവിക്കും. അതിന് നിങ്ങളെന്നല്ല നിങ്ങളുടെ മകനല്ല ആര് വന്ന് പറഞ്ഞിട്ടും കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കരമായ മാറ്റത്തോടു കൂടി ഈ പുള്ളിക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നേ, ഒരു രക്തരക്ഷസിനെ പോലെ നിന്ന് ഈ പറയുന്ന രാധികയുടെ മുന്നിൽ ആഞ്ഞടിച്ചുകൊണ്ട് നമ്മുടെ ഗീതുവെല്ലാം തകർത്ത് തരിപ്പണമാക്കി കൊടുങ്കാറ്റായി മാറുകയാണ് ഈ രാധികയുടെ മുന്നിൽ ഗീതുവിൻ്റെ ഈ ഒരു രൂപവും ഈ ഒരു ഭാവവും ഈ ഒരു സംസാരവും കേട്ട്
താനാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലേഡി എന്ന് വിചാരിച്ചിരുന്ന രാധിക തകർന്ന് തരിപ്പണമായി ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കി നിൽക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നു. ഗോവിന്ദ് വന്നപ്പോൾ ഗീതു ദേ അവിടെ നിൽക്കുന്നു. ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഗോവിന്ദിന് ദേഷ്യം ഇരട്ടിച്ചു. നീ എവിടെ പോയതായിരുന്നേടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, പോയ വഴി പോയിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച്. എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ വഴിക്ക് പോകുന്നതെന്ന് ഗീതു അന്നേരം ഗോവിന്ദനോട് ചോദിച്ചു. ഭർത്താവോ? ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇനി എനിക്ക് അങ്ങനെ ആവാമല്ലോ. എൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഗോവിന്ദേട്ടൻ്റെ കൂടെ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയായി ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിന് ഒരാളുടെയും നിർദ്ദേശമോ അല്ലെങ്കിൽ ആരും തടയുകയോ ഒന്നും വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഗീതു ഇങ്ങനെ ഈ രാധികയെ കുത്തി കുത്തി പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ അമ്മയെ നോക്കുവാണ്. അമ്മ അന്നേരം മകനെ നോക്കുന്നു. എന്താ കണ്ണാ ഇതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല അമ്മയെന്ന് ഗോവിന്ദ് പറഞ്ഞു. എന്താ ഇത്ര അറിയാനിരിക്കുന്നത്? രാധികാമ്മയും ഗോവിന്ദേട്ടനും ഞാനും ചേർന്ന് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അതിനപ്പുറം ഇനി എന്താ അറിയാനുള്ളതെന്നൊക്കെ ചോദിച്ചു. എന്തായാലും നമ്മൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ഗോവിന്ദനോട് ഗീതു ചോദിക്കുക. ഗീതുവിൻ്റെ മുന്നിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിലും ഗീതുവിനോടൊരു വെറുപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ഗീതു പറയുന്നതിന് മറുവാക്ക് പറയാനോ ഗോവിന്ദന് കഴിയുന്നില്ല. കാരണം ഗീതു തൻ്റെ ഭാര്യയായി ജീവിതത്തിലേക്ക് വരികയാണെന്നാണ് ഗോവിന്ദനോട് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വല്ലാത്ത ഒരു ഇതിൽ ഇങ്ങനെയായി. എന്തായാലും ഇവർ തമ്മിലുള്ളൊരു സംസാരമൊക്കെ അവിടെ നമ്മുടെ വിജയലക്ഷ്മി മാം കൃത്യമായിട്ട് അറിയുന്നു, കേൾക്കുന്നു, കാണുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയെല്ലാം രാധികയെ തകർത്തെറിഞ്ഞുകൊണ്ട് രാധികയുടെ തലയിൽ സംഹാര താണ്ഡവം ആടിക്കൊണ്ട് ഗീതുവും അതുപോലെ വിജയലക്ഷ്മി മാമും തകർത്താടുകയാണ്. ഇനിയിപ്പോൾ ഗീതുവിൻ്റെ ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും അപകടകാരിയായി നിൽക്കാൻ പോകുന്നത് ഈ രാധിക എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതുറക്കത്തിലും രാധിക എന്ന് പറയുന്ന വിഷം തൻ്റെ ദേഹത്ത് പടരുമെന്നുള്ള ഒരു പേടിയോടുകൂടി തന്നെയാണ് നമ്മുടെ ഗീതു മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ ഗോവിന്ദനോട് രാധികയുടെ മുന്നിൽ വെച്ച് ഗീതുവിന് ഭയങ്കര സ്നേഹം. എല്ലാം എടുത്തു വെക്കണ്ടേ, പോകണ്ടേ ഗോവിന്ദേട്ട, അങ്ങനെയല്ല ഗോവിന്ദേട്ട, ഇങ്ങനെയല്ല ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ട് വായും പിളർന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ രാധിക മിണ്ടാട്ടം മുട്ടി. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട്. എല്ലാവർക്കും നന്ദി.